വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ സബ്സ്ക്രൈബർമാർക്കും സുഖം അല്ലേ? എനിക്കും സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ഒരു കാര്യം ഉണർത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശഅബാൻ മാസം എത്തി, ഇനിയും വീടുകളിൽ ഈ ഒരു മാറ്റം വരുത്താത്തവർ മാറ്റം വരുത്തണം എന്ന് പറയാൻ വേണ്ടി, ഉണർത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ശഅബാൻ മാസം ബറാത്തിന്റെ മുന്നേ ആയിട്ട് പണ്ടുള്ള ഉമ്മാമ്മമാരും എല്ലാ ഉപ്പാപ്പന്മാരും ഒക്കെ പറഞ്ഞു തരാറുണ്ട്, നനച്ചുകുളി. ചില നാട്ടിൽ അത് നനച്ചുകുളി എന്ന്, ചില നാട്ടില് വൃത്തിയാക്കല് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ബറാത്തിന് മുന്നോടിയായിട്ട് നമ്മൾ നല്ലോണം വൃത്തിയായി എല്ലാം വീടും പരിസരവും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയാക്കി നല്ലപോലെ വൃത്തിയായിട്ട് റമദാനിനെ നമ്മൾ കാത്തു നിൽക്കണം. എന്നാലാണ് നമുക്കുള്ള അതിനുള്ള പുണ്യം. എങ്കിൽ ഈ ബറാത്തിന് മാത്രമല്ല, നമ്മൾ വർഷം മുഴുവനും നമ്മളും വൃത്തിയായിരിക്കണം. നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയായിരിക്കണം. വൃത്തിയുള്ളതിനെ അള്ളാഹു ഇഷ്ടപ്പെടുകയുള്ളൂ, റസൂൽ ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഒരുപാട് വൃത്തിയുള്ളവനാണ്, വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയാക്കണം. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല വൃത്തിയും ഭംഗിയും ഉള്ള ഒരു മനുഷ്യനാണ്. നമ്മുടെ മുത്തുനബിയും ഇഷ്ടപ്പെടുന്നത് വൃത്തിയുള്ള വീടുകളെയാണ്. നമ്മൾ നമ്മുടെ വീടുകൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ദുർഗന്ധമുള്ള വീടുകളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്നാണ് പറയുന്നത്. ഇനിയും അങ്ങനെ വൃത്തിയാക്കാതെ ഉള്ള വീടുകൾ നിങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് വൃത്തിയാക്കിക്കൊള്ളി. ഞാൻ ഈ വീഡിയോ ഒരു കാരണം, ചില വീടുകളിൽ അങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കണം എന്ന് കരുതിയത്. വൃത്തിയില്ലാത്ത വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങില്ല. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ആ വീട്ടിലുള്ള ദാരിദ്ര്യം, എത്ര പേര് അവിടെ ജോലി ചെയ്തിട്ടും കാര്യമില്ല, ആ വീട്ടിലുള്ള ദാരിദ്ര്യം ഒരിക്കലും മാറില്ല. ചില വീടുകളിൽ കാണാം രാത്രി കഴിച്ച ഭക്ഷണം ചിലർ ശ്രദ്ധിക്കാറേ ഇല്ല. എന്തോ ആയിക്കോട്ടെ, കുട്ടികൾക്ക് കൊടുത്ത പാത്രം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് കിച്ചണിൽ കൊണ്ടുപോയി ഇടും. കഴുകി വെക്കുന്ന പതിവില്ല. കഴുകി വെക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല. അത് അവിടെ നിന്ന് ഇങ്ങനെ മുഷിഞ്ഞ് വന്ന് മണം വന്ന് കിച്ചണിൽ അതൊരു അലങ്കോലമായി കിടക്കും. കിച്ചണിലുള്ള സിങ്ക് നിങ്ങൾ വൃത്തിയാക്കുന്നില്ലേ? അതിൽ ഒരുപാട് അവശിഷ്ടങ്ങൾ അടങ്ങി അതിങ്ങനെ അവിടുന്ന് പുഴു വന്നാൽ, എവിടെയെങ്കിലും അതിന്റെ മൂലയിലോ എവിടെയെങ്കിലും അതിൽ പുഴു വന്നാൽ അത് നമുക്ക് രോഗത്തിന് കാരണമായേക്കാം. ആദ്യം ഉമ്മമാർക്ക് വൃത്തി വേണം. ഉമ്മമാരും മക്കളായാലും മരുമകളായാലും അവരെ വൃത്തിയാക്കി ശീലിപ്പിക്കണം. വേറെ ചില വീടുകളിൽ കാണാറുണ്ട് ഉപ്പാപ്പന്മാരും ഉപ്പമാരും നല്ല വൃത്തിയുള്ളവരായിരിക്കും. എന്നാൽ അവരെ കാണിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലുള്ള ടൈമിന് മാത്രം വീടുകൾ വൃത്തിയാക്കുന്ന ശീലം. അവർ വീടിന് ഇറങ്ങിയാൽ അപ്പം തുറക്കും ഉമ്മയും മക്കളും TV, സീരിയല്, സിനിമ കണ്ടുകുത്തിരിക്കും. ഈ വീട്ടിലും ഒരിക്കലും റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങില്ല, ദാരിദ്ര്യവും ഒരിക്കലും വിട്ടുമാറില്ല. അതുപോലെ നമ്മൾ അടിച്ചുവാരി കാട്ടങ്ങൾ ഓരോരോ സൈഡിൽ കൂട്ടി വെച്ചാലും ആ വീടിൽ ദാരിദ്ര്യം മാറുകയില്ല. ദാരിദ്ര്യത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് അടിച്ചുവാരി കൂട്ടി വെക്കലും പാത്രങ്ങൾ കഴുകാതിരിക്കലും. എല്ലാവരും വൃത്തിയായിരിക്കുക. അതുപോലെ വീടും പരിസരവും വൃത്തിയാക്കുക. എല്ലാവരും റമദാനിനെ ഒരുപാട് ഇബാദത്തുകൾ എടുത്ത് ദുആ ചെയ്ത് കാത്തിരിക്കുക എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ എന്റെ വീഡിയോ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.